ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവൾ അമ്മാവിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ, നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു. അയാൾ തനിക്ക് ചെയ്തൊക്കെയും അവൾ അറിയിച്ചു. അമ്മാവിയമ്മയുടെ അടുക്കൽ വെറുങ്കൈയായി പോകരുതെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഈ 6 ഇടങ്ങഴി യവവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു. അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീ അനങ്ങാതിരിക്കുക, അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കാര്യം എന്തായി മകളെ? നിൻ്റെ കാര്യം എന്തായി മകളെ? അമ്മായിയമ്മ മരുമകളോട് ചോദിക്കുകയാണ്. നവമി രൂത്തിനോട് ചോദിക്കുകയാണ്. രൂത്ത് മണവാട്ടി സഭയുടെ പ്രതീകമാണ്. നവമി പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിൻ്റെ കാര്യം എന്തായി മകളെ? നിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും നീക്കുപോക്ക് വന്നുവോ? നിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു പോക്കുവഴി ഉണ്ടായോ? നിൻ്റെ കാര്യങ്ങൾ സുഗമമായും ശാന്തമായും ഭംഗിയായും തീരത്തക്കവണ്ണം എന്തെങ്കിലും സംഭവിച്ചുവോ മകളെ? നിനക്ക് പ്രയോജനകരമായും ശോഭനമായും ഒരു നല്ല നാളെ ലഭിക്കത്തക്കവണ്ണം കാര്യങ്ങൾ സുഗമമായി നീങ്ങുന്നുവോ മകളെ? നിൻ്റെ കാര്യം എന്തായി മകളെ എന്ന് നവമി രൂത്തിനോട് ചോദിച്ചു. നിൻ്റെ കാര്യം എന്തായി മകളെ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യം എന്തായി എന്ന് അന്വേഷിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. നമ്മുടെ കാര്യം എന്തായി എന്ന് അന്വേഷിക്കുക മാത്രമല്ല, അത് തീർക്കും വരെ സ്വസ്ഥമായിരിക്കാത്ത ഒരു നല്ല രക്ഷകൻ നമുക്കുണ്ട്. ഓരോരുത്തരുടെയും കാര്യത്തിൽ ജീവനുള്ള ദൈവത്തിന് എന്തെന്ത് കരുതലാണുള്ളത്, എന്ത് പ്രതീക്ഷകളാണുള്ളത്. ദൈവം നമ്മെ കരുതുന്നു, ദൈവം നമ്മെ കാക്കുന്നു. നമ്മുടെ കാര്യം ദൈവം അന്വേഷിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം ദൈവം ഏറ്റെടുക്കുന്നു. ഒരിക്കലും ധരിക്കരുത് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. സത്യം, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മെ കരുതുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നമ്മെ ജീവനുള്ള ദൈവം വ്യക്തിപരമായി അറിയുന്നു. നാം അവനെ അറിഞ്ഞില്ല, ശരിയാണ്. നാം അവനെ അന്വേഷിച്ചില്ല, സത്യമാണ്. നാം അവനോട് യാചിച്ചില്ല, തീർച്ചയായും ശരിയാണ്. എന്നാൽ അവൻ നമ്മെ തന്നെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവൻ നമ്മുടെ പിറകെ നടന്നുകൊണ്ടിരുന്നു. നാം ആരും ചിന്തിക്കാത്തൊരു സമയത്ത്, നാം ആരും നിരൂപിക്കാത്തൊരു സമയത്ത് ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി കരുതുകയും നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മുടെ പിന്നാലെ നിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നമ്മെ ഏകാഗിയായി വിടുവാൻ അവൻ സമ്മതിക്കുകയില്ല. എത്ര നിഷ്ഠൂരപാതകം ചെയ്തവനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പ്രവേശനമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് അർഹതയുണ്ട്. കാരണം കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ സൗജന്യദാനം എന്നാണ്. കൃപയ്ക്ക് നാം എല്ലാം പാത്രീഭൂതരാണ്. ദൈവകൃപയ്ക്ക് നാം എല്ലാം ഭാജനങ്ങളാണ്. ദൈവകൃപാഭാജനങ്ങൾ, ദൈവകൃപയുടെ ആ സന്തോഷവും സമാധാനം ഏറ്റുവാങ്ങുന്ന പാത്രങ്ങൾ. നമ്മുടെ ഈ ശരീരമാകുന്ന മൺകൂടാരം ദൈവകൃപയുടെ ദാനമാണ്. നമ്മുടെ വിദ്യാഭ്യാസം ദൈവത്തിൻ്റെ കൃപ തന്നതാണ്. നമ്മുടെ ആരോഗ്യം ദൈവം തന്നതാണ്. നമ്മുടെ കഴിവ് ദൈവം തന്നതാണ്. നമ്മുടെ പ്രാപ്തി ദൈവം തന്നതാണ്. നമുക്കുള്ള സാഹചര്യങ്ങൾ ദൈവം തന്നതാണ്. നന്മയായുള്ളതെല്ലാം ദൈവം തന്നതാണ്. തിന്മയായതെല്ലാം പിശാച് തരുന്നതുമാണ്. പ്രിയപ്പെട്ടവർ, ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് തിന്മയായതെല്ലാം പിശാച് തരുന്നു, നന്മയായതെല്ലാം ദൈവം തരുന്നു. ദൈവം ആർക്കും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. 84-ാം സങ്കീർത്തനത്തിലാണ്. 84-ാം സങ്കീർത്തനം അവസാന ഭാഗത്ത് കാണാം, നേരോടെ നടക്കുന്നവർക്ക്
അവനൊരു നന്മയും മുടക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. നന്മയുടെ ഉടയവനാകുന്ന ക്രിസ്തു, നന്മയുടെ വിളനിലമായ ക്രിസ്തു, നന്മയുടെ നികേതനമായ ക്രിസ്തു, അവൻ നമ്മെ സ്നേഹത്തോടെ വിളിക്കുന്നു, നമ്മെ ചേർത്തണയ്ക്കുന്നു. അവൻ നമ്മുടെ കാര്യം തീർക്കുവാൻ അവൻ ബന്ധപ്പെടുന്നു. നമുക്ക് ജീവിതത്തിൽ ഒരു മുന്നേറ്റം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് അനേകരും ജീവിതത്തിൽ മുന്നേറ്റമില്ലാതെ, ജീവിതത്തിൽ കരയേറ്റമില്ലാതെ വലയുന്നവരാണ്. അനേകം പ്രതിസന്ധികളുടെ ചുഴിയിൽപ്പെട്ട് കറങ്ങുന്നവരാണ് അനേകരും. അനേകർ ഇന്ന് സ്വസ്ഥത എന്തായെന്നറിയാതെ സ്വൈര്യമില്ലാത്ത ജീവിതം നയിച്ച് മനസ്സ് അശാന്തിയിലും അസ്വസ്ഥതയിലും അസമാധാനത്തിലും അഴലാണ്ട് വലഞ്ഞ് കഴിയുന്നവരാണ്. എന്നാൽ ഒരു നീക്കുപോക്ക് തരുവാൻ, ഒരു പോക്കുവഴി തരുവാൻ, ഒരു മുന്നേറ്റം തരുവാൻ, ഒരു കരയേറ്റം തരുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അരികത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്തുണ്ട്. നിങ്ങളുടെ ആവശ്യം എന്തായെന്ന് ക്രിസ്തുവിനറിയാം. നിങ്ങളുടെ ആഗ്രഹം എന്തായെന്ന് ക്രിസ്തുവിനറിയാം. ആ ആഗ്രഹം സാധിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് ആത്യന്തിക നന്മയ്ക്കാണോ എന്ന് ക്രിസ്തുവിനറിയാം. അത് സാധിച്ച് കിട്ടാതിരിക്കുന്നതാണോ, ആ ആഗ്രഹം നടക്കാതെ പോകുന്നതാണോ, ആ ആഗ്രഹം നടക്കുന്നതാണോ, ഏതാണ് നിങ്ങൾക്ക് ആത്യന്തിക നന്മയെന്ന് ക്രിസ്തുവിനറിയാം. ഏറ്റവും നല്ലത് ക്രിസ്തു നിങ്ങൾക്ക് തരുവാൻ സന്നദ്ധനാണ്. എന്നാൽ പലപ്പോഴും വരുന്ന അപകടം നമ്മുടെ പാപം ഇടയ്ക്ക് കയറി തടഞ്ഞു നിൽക്കുന്നു. വേദപുസ്തകം പറയും, യെശയ്യാ 59:1 പറയും, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളെത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളെത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ദൈവജനമേ, അവൻ്റെ മുഖം നമ്മുടെ നേരെ മറഞ്ഞിരിക്കാൻ ഒരിക്കലിട വരുത്തരുത്. അവൻ്റെ മുഖം എപ്പോഴും നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കണം. അവൻ്റെ കൃപ നമ്മെ എപ്പോഴും സന്ദർശിച്ചുകൊണ്ടിരിക്കണം. അവൻ്റെ സ്നേഹം എപ്പോഴും നമ്മിൽ കത്തിക്കൊണ്ടിരിക്കണം. സ്നേഹത്തിൻ്റെ ജ്വാലയിൽ കത്തി ജ്വലിച്ച് അവൻ്റെ കൃപയുടെ ശരണത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അമ്മായും പറയുകയാണ്, നിൻ്റെ കാര്യം എന്തായി മകളെ? സ്നേഹമസൃണമായ ചോദ്യമാണ്. എന്തായി എന്നറിയാനുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടുള്ള ചോദ്യമാണ്. നിൻ്റെ കാര്യം എന്തായി മകളെ? ദൈവത്തിന് സ്തോത്രം. അവൾ പറയുകയാണ്, അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു. ബോവസ് തനിക്ക് ചെയ്തു തന്നതൊക്കെയും അവൾ അറിയിച്ചു. ബോവസ് അവളോട് വാത്സല്യത്തോടെ സംസാരിച്ചവൾ അറിയിച്ചു. ബോവസ് അവളെ സ്നേഹത്തോടെ അവളുടെ ആഗ്രഹങ്ങൾ കേട്ടത്, അവൾ പറഞ്ഞത് ശ്രദ്ധയോടെ കേട്ടു. ദൈവത്തിന് സ്തോത്രം. ബോവസ് എപ്പോഴും അവൾക്ക് വേണ്ടി കരുതുകയായിരുന്നു. ഏതോ ഒരു പ്രത്യേക സ്നേഹം ബോവസിന് അവളോട് തോന്നിപ്പോയി. ബോവസ് അവളെ കണ്ട മാത്രയിൽ തന്നെ ഈ യുവതി ഏതെന്ന് ചോദിച്ചുകൊണ്ട് അവളെക്കുറിച്ച് അന്വേഷിക്കുകയും അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. ബോവസ് അവളെ അവൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം അവളിൽ അർപ്പിക്കുവാൻ അവൻ ആഗ്രഹത്തോടെ നിൽക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കാര്യം എന്തായി മകളെ എന്ന് നവമി ചോദിച്ചു. അയാൾ തനിക്ക് ചെയ്തൊക്കെയും അവൾ അറിയിച്ചു. അമ്മായിയമ്മയുടെ അടുക്കൽ വെറും കൈയായി പോകരുത് എന്ന് പറഞ്ഞ് ആരടങ്ങഴിയവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു. അമ്മായിയമ്മയുടെ അടുക്കൽ വെറും കൈയായി പോകരുത് എന്ന് പറഞ്ഞ് ആരടങ്ങഴിയവും അവൻ എനിക്ക് അളന്നു തന്നു എന്ന് നവമി പറയുകയാണ്, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അർദ്ധരാത്രിയിലാണ് രൂത്ത് ബോവസിൻ്റെ കാൽക്കൽ വീണ് കിടന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ ഒരു രാത്രികാലമല്ലേ? അന്ധകാരം ദേശത്തെ മൂടിയിരിക്കുന്നു. അന്ധകാര ശക്തി ദേശത്തെ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഒരു രാത്രികാലമാണ്. ഇത് അന്ധകാരം നിറഞ്ഞൊരു കാലമാണ്. ഇരുളടഞ്ഞൊരു കാലമാണ്. അന്ധവിശ്വാസങ്ങൾ പെരുകി വരുന്നു. ദുരാചാരങ്ങൾ പെരുകി വരുന്നു. വ്യർത്ഥ അനുഷ്ഠാനങ്ങൾ പെരുകി വരുന്നു. ജീവനില്ലാത്ത പ്രാർത്ഥനകളും ജീവനില്ലാത്ത പ്രസംഗങ്ങളും ജീവനില്ലാത്ത ശുശ്രൂഷകളും എല്ലാം സമൂഹത്തെ അധപ്പതനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു
നമ്മോട് പറയുന്നത് നീ അനങ്ങാതിരിക്കുക എന്നാണ്. നീ അനങ്ങാതിരിക്കുക, ഇങ്ങനെയാണ് പറഞ്ഞത്. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീയെന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഈ രാത്രി താമസിക്കുക, ഈ രാത്രി താമസിക്കുക, ഇന്ന് രാത്രി താമസിക്കുക. ദൈവത്തിന് സ്തോത്രം. സിറ്റ് സ്റ്റിൽ, നീ ശാന്തമായിരിക്കുക. 3-ാം അധ്യായം 18-ാം വാക്യം. സിറ്റ് സ്റ്റിൽ. ഈ കാര്യം അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി താമസിക്കുക, ഈ രാത്രി അനങ്ങാതിരിക്കുക, കാത്തിരിക്കാൻ പറയുകയാണ്. ബി സ്റ്റിൽ. ദൈവത്തിന് സ്തോത്രം. സിറ്റ് സ്റ്റിൽ, ശാന്തമായിരിക്കുക. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിക്കാം. ഈ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ നീ അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 7-ാം വാക്യത്തിൽ വേറെ വിധത്തിൽ നമുക്ക് കാണാം. മിസ്രയീമ്യരുടെ സഹായം വ്യർത്ഥവും നിഷ്ഫലവും അത്രേ, അതുകൊണ്ട് ഞാൻ അതിന് അനങ്ങാതിരിക്കുന്ന സാഹസക്കാർ എന്ന് പേർ വിളിക്കുന്നു. അനങ്ങാതിരിക്കുന്ന സാഹസക്കാർ എന്ന് പേർ വിളിക്കുന്നു. ബി സ്റ്റിൽ, സ്റ്റില്ലായിരിക്കുക, ചലനമില്ലാതിരിക്കുക, അനങ്ങാതിരിക്കുക. വീണ്ടും നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. പുറപ്പാട് 14:13. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് നമുക്ക് കാണാം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് നിങ്ങൾ അനങ്ങാതിരിക്കുക, ഇന്ന് നിങ്ങൾ നിശ്ചലമായി നിൽക്കുക. സ്റ്റാൻഡ് സ്റ്റിൽ. പുറപ്പാട് 14:13 സ്റ്റാൻഡ് സ്റ്റിൽ. 14:13 മാത്രം നമുക്ക് വായിച്ച് കേൾക്കാം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ദൈവത്തിന് സ്തോത്രം. രക്ഷ കണ്ടുകൊള്ളുവീൻ, ഇപ്പോൾ അനങ്ങാതിരിക്കുക എന്ന് പറയുന്നു. 46-ാം സങ്കീർത്തനം 10-ാം വാക്യം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ബി സ്റ്റിൽ, സിറ്റ് സ്റ്റിൽ, സ്റ്റാൻഡ് സ്റ്റിൽ, ബി സ്റ്റിൽ. തിരുവചനം പറയുന്നു, മകനെ നീ അനങ്ങാതിരിക്കുക, മിണ്ടാതിരിക്കുക. മകളെ നീ നിശബ്ദമായിരിക്കുക, മിണ്ടാതിരിക്കുക, നീ അനങ്ങാതിരിക്കുക, നിശ്ചലമായിരിക്കുക. നീ ഒന്നും ധൃതി കൂട്ടണ്ട. എല്ലാം ചെയ്യുവാൻ, എല്ലാം നിവർത്തി തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനെക്കൊണ്ട്. ബി സ്റ്റിൽ, സിറ്റ് സ്റ്റിൽ, സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് ബി സ്റ്റിൽ. ദൈവത്തിന് സ്തോത്രം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ദൈവത്തിന് സ്തോത്രം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, കരുണയുള്ള കർത്താവിൻ്റെ കൃപ ഇപ്പോൾ നമ്മൾ പറയുന്നത്, നീ അനങ്ങാതിരിക്കുക, നീ ഒരു തിടുക്കവും കാട്ടണ്ട. എല്ലാം ഞാൻ ചെയ്തു കൊള്ളാം, ഒരു കാര്യത്തിലും നീ ബന്ധപ്പെടേണ്ട, എല്ലാം ഞാൻ നിവർത്തിച്ചു കൊള്ളാം. നീ ധൈര്യമായിരിക്കുക, നീ അനങ്ങാതിരിക്കുക, സ്വസ്ഥമായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. 18-ാം വാക്യം വായിക്കാം. 3-ാം അധ്യായം 18-ാം വാക്യം. അതിന് അവൾ, എൻ്റെ മകളെ, ഈ കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. നീ അനങ്ങാതിരിക്കുക, അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. നീ ഒന്നും ചെയ്യണ്ട, നീ ഒന്നും പ്രവർത്തിക്കേണ്ട, നീ ശാന്തമായിരുന്നാൽ മതി. നീ അനങ്ങാതിരിക്കുക. പക്ഷേ അയാൾ വിശ്രമിക്കുകയില്ല, അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല. ഈ കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവവേദനെ, നിൻ്റെ കാര്യം യേശു ക്രിസ്തു ഏറ്റെടുക്കുന്നു. യേശു ക്രിസ്തു എല്ലാം ചെയ്യുന്നു, അവനെല്ലാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഈ കാര്യത്തിൽ അവൻ കൈയെടുക്കും. നീ ഇന്ന് വിഷമിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ഇന്ന് നീ ആവശ്യഭാരത്തോടെ വലയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഒട്ടും ഭയപ്പെടേണ്ട. നിൻ്റെ ജീവിതത്തിൽ ദൈവം തക്ക സമയത്ത് കരമുയർത്തും. ദൈവം പ്രവർത്തിക്കും. നീ ഭയപ്പെടേണ്ട, നീ സമാധാനത്തോടിരിക്കുക. ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു നമ്മുടെ തലമുടി നാരുകൾ എണ്ണിയിരിക്കുന്നു. നിങ്ങളുടെ തലമുടി നാരുകളും എണ്ണിയിരിക്കുന്നു. അതിലൊന്നുപോലും ഞാൻ സ്വർഗ്ഗസ്ഥാനങ്ങളുടെ പിതാവ് അറിയാതെ കൊഴിഞ്ഞു വീഴുകയില്ല എന്ന് കർത്താവ് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പാടി നാം കേട്ടിട്ടുണ്ടോ? എന്തലയിലെ മൂടികളുമെല്ലാം നിർണയമവനെണ്ണി അറിയുന്നു. എന്തലയിലെ മൂടികളുമെല്ലാം
ഞൊടികളുമെല്ലാം നിർണയമവനെ നീ അറിയുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ളം കൈ ഇരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കൈയിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ദൈവത്തിന് സ്തോത്രം. നമ്മെ ദൈവം അറിയുന്നു, നമ്മെ ദൈവം കാണുന്നു. തലമുടിനാര് പോലും കൊഴിഞ്ഞു വീഴുന്നവൻ അറിയുന്നു. ഒരു തലമുടിനാര് പോലും സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ കൊഴിഞ്ഞു വീഴുകയില്ല എന്ന് കർത്താവ് പറയുന്നു. എല്ലാം എണ്ണിയിരിക്കുന്നു, എല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊരു അത്ഭുതമല്ലേ? നമ്മുടെ ബുദ്ധി ഒതുങ്ങുന്നതാണോ? നമ്മുടെ ഓരോ ചലനവും ദൈവം കാണുന്നു. ഇവിടെ ഇപ്പോൾ നാം ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഒരു പ്രത്യേക ഗ്രാമത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഡൽഹിയിൽ ഒരാൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അല്ല, ഇപ്പോൾ അങ്ങ് ദൂരെ അമേരിക്കയിൽ ആരെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടെ ആ പ്രാർത്ഥനയും ദൈവം കേൾക്കും. അങ്ങ് ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ ആരെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനയും കേൾക്കും. ദൈവത്തിന് സ്തോത്രം. UK അല്ലെങ്കിൽ അയർലൻഡിലോ ആരെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനയും കർത്താവ് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. എവിടെയെല്ലാം മനുഷ്യരുണ്ടോ ആർക്കും എവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം. എന്നാലൊരു കാര്യം, സ്വർഗത്തിലെ ദൈവമെല്ലാം അറിയുന്നു. ഭൂമിയിൽ സൂര്യനുണ്ട്, സൂര്യൻ രശ്മി പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇന്ന സ്ഥലത്ത് രശ്മി വരുമ്പോൾ വേറെ സ്ഥലത്ത് വരില്ല എന്ന് പറയാൻ ഒക്കുകയില്ല. അണ്ടകടാഹം മുഴുവനും പ്രതിഫലിപ്പിക്കുന്ന ദൈവിക തേജസ് ഇപ്പോൾ നമ്മുടെ അരികത്ത് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. സൂര്യപ്രകാശം എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഈ നിത്യ പ്രകാശമാകുന്ന ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. എല്ലാം തൊട്ട് നടത്തുവാൻ നയമിയുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ, എല്ലാവരും നിർദ്ദേശം കൊടുക്കുവാൻ നയമിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വേണ്ട സമയത്ത് നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു. നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം നോക്കുവാൻ നമുക്കൊരപ്പനുണ്ട്. സ്വർഗത്തിലെ അപ്പൻ നമുക്കുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ അപ്പൻ മരിച്ചുപോയി. അപ്പൻ മരിച്ചു, അവൻ്റെ അമ്മ പുനർവിവാഹം ചെയ്തു പോയി. അവൻ്റെ അപ്പൻ്റെ അമ്മ ഗ്രാൻഡ് മദറാണ് ഈ കൊച്ചനെ വളർത്തിയത്. അവൻ എന്നും കരയും. കാരണം അവനപ്പനെ വലിയ സ്നേഹമായിരുന്നു. അപ്പന് അവനോട് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവന് പ്രത്യേകമായ സമ്മാനങ്ങളെല്ലാം അപ്പൻ കൊടുക്കുമായിരുന്നു. പക്ഷേ അപ്പൻ മരിച്ചതോടുകൂടി ആരോരുമില്ലാത്തതുപോലത്തെ സ്ഥിതിയിലായി അമ്മ പുനർവിവാഹം കഴിഞ്ഞ് പോവുകയും ചെയ്തു. ആ ബാലനിത് കരയും. അവൻ കരയുമ്പോൾ വല്യമ്മ അവനെ ആശ്വസിപ്പിച്ച് പറയും, മോനെ, ഈ ദൈവം നിൻ്റെ അപ്പനാണ്, സ്വർഗത്തിലെ ദൈവം നിൻ്റെ അപ്പനാണ്. മോൻ പറഞ്ഞാൽ മതി, ദൈവമേ നീ എൻ്റെ പിതാവാകുന്നു, ഗോഡ് ഈസ് മൈ ഫാദർ, ദൈവം എൻ്റെ അപ്പനാകുന്നു എന്ന് നീ പറഞ്ഞുകൊള്ളൂ. നീ ധൈര്യമായിരുന്നുള്ളൂ, സ്വർഗത്തിലെ അപ്പൻ എൻ്റെ മോന് വേണ്ടി കരുതിക്കൊള്ളും. ആ വല്യമ്മ അവനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു, പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു പഠിച്ചു, ഗോഡ് ഈസ് മൈ ഫാദർ, ദൈവം എൻ്റെ അപ്പനാണ്
എന്ന് അവൻ ഉരുവിട്ട് പറഞ്ഞ് അവൻ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ മുന്നോട്ട് പോയി. അവൻ 24 വയസ്സായി. 24-ാമത്തെ വയസ്സിൽ ഈ ചെറുപ്പക്കാരൻ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു. അവനാണ് 24-ാമത്തെ വയസ്സിൽ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ച സർ ഐസക് ന്യൂട്ടൺ. ദൈവത്തിന് സ്തോത്രം. ദൈവം എൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞ് ജീവിച്ച് ദൈവത്തെ മുൻനിർത്തി വളർന്നു വന്ന ആ യുവാവ് 24 വയസ്സായപ്പോഴേക്കും ഭുവന പ്രശസ്തനായി തീർന്നു. ലോകമെങ്ങും പ്രസിദ്ധനായി തീർന്നു. എന്തുകൊണ്ട്? അതിന് കാരണം അവൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ളതായ ഭക്തിയും ആശ്രയവും അവന് കൈമുതലായിരുന്നു. അവൻ ധീരശാലിയായിരുന്നു, ധൈര്യശാലിയായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിലുള്ളതായ ആശ്രയമുണ്ടായിരുന്നു, പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന് വേല ചെയ്യുകയും ചെയ്യുന്ന പ്രമോദമായിരുന്നു. ഗോഡ് ഈസ് മൈ ഫാദർ എന്ന് പറഞ്ഞ് പരിചയിച്ചു വന്ന ആ യുവാവ് ഭാവിയിൽ അവൻ്റെ ജീവിതത്തിൽ ലോകത്തിലെ പ്രസിദ്ധനായ സയൻറ്റിസ്റ്റായി തീർന്നു. സർ ഐസക് ന്യൂട്ടൺ, ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൺ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കാര്യം ദൈവം അന്വേഷിക്കും. നിൻ്റെ ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം അവൻ സ്വസ്ഥമായിരിക്കുകയില്ല. മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്നീ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. നീ അനങ്ങാതിരിക്കുക, നീ ഭാരപ്പെടാതിരിക്കുക. നീ അനങ്ങിയതുകൊണ്ട് ഒരു മുഴം കൂട്ടുവന്നിട്ട് കഴിയുമോ? നീ ഭാരപ്പെട്ടതുകൊണ്ട് നിന്നെ എന്തെങ്കിലും കുറയ്ക്കാൻ നിനക്ക് കഴിയുമോ? ഇല്ലല്ലോ, ഒന്നും സാധിക്കുകയില്ല. നീ ഭാരപ്പെട്ടാലെന്ത്, നീ ആകുലപ്പെട്ടാലെന്ത്, നീ ആവലാതി കൊണ്ട് വിലപിച്ചു കൊണ്ടിരുന്നാലെന്ത്, നിരാശയുടെ നടുക്കയത്തിലേക്ക് നീ ആണ്ടുപോയാലെന്ത്, എന്തെല്ലാം സംഭവിച്ചാലും ജീവനുള്ള ദൈവം നിനക്ക് തുണയായിരുന്നുണ്ടെങ്കിൽ നീ ഭാഗ്യശാലിയാണ്. നിനക്ക് ധൈര്യമായി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വരട്ടെ. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ മർമ്മസ്ഥാനത്ത് വരട്ടെ. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുക്കാൻ പിടിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കട്ടെ. ക്രിസ്തുമയമായ ജീവിതം. ദൈവത്തിന് സ്തോത്രം. മോളെ, നിൻ്റെ ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. അവൻ സ്വസ്ഥമായിരിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നീ അനങ്ങാതിരിക്കുക, നീ ധൃതഗതി കാണിക്കാതിരിക്കുക. ഒരു ബന്ധപ്പാട് നിനക്ക് വേണ്ട. നീ ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ട് വിഷമിക്കേണ്ട. നീ എത്ര ആവലാതി പിടിച്ചാലെന്ത് വല്ല പ്രയോജനം കിട്ടുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ നീ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. കർത്താവേ, ഗോകുൽത്തായിലെ കുരിശിൽ തലചായ്ച്ച യേശുവേ, നീ എൻ്റെ ചങ്കിൽ വന്ന് തലചായ്ക്കണമേ. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. എൻ്റെ യേശുവേ, എന്നെ നീ നടത്തണമേ, എന്നെ പരിപാലിക്കണമേ, എന്നെ നേർപാതയിൽ നയിച്ചു കൊണ്ടുപോകണമേ. കർത്താവേ, നിൻ്റെ കൃപ എനിക്ക് തരണമേ. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ, വിശ്വാസത്തോടെ ദൈവത്തെ അപേക്ഷിക്കൂ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീ അനങ്ങാതിരിക്കുക, നീ ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം കണ്ടു ഈ രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം രൂത്തിൻ്റെ സോറോ ആണ്. 2-ാം അധ്യായം രൂത്തിൻ്റെ സർവീസാണ്. 3-ാം അധ്യായം രൂത്തിൻ്റെ സറണ്ടറാണ്. 4-ാം അധ്യായം രൂത്തിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെയാണ്? 1-ാം അധ്യായം രൂത്തിൻ്റെ സോറോയാണ്. രൂത്തിൻ്റെ മാത്രമല്ല, നവമിയുടെയും ആ കുടുംബത്തിൻ്റെ തന്നെ സോറോ, ദുഃഖം വന്ന് പതിച്ച കുടുംബം, സോറോ. 2-ാം അധ്യായം രൂത്ത് ബോവസിൻ്റെ വയലിൽ വേല ചെയ്യുന്നു, സർവീസ്, ദൈവവേലയിൽ ചേർന്ന് നിൽക്കുന്നു. 3-ാമത്തെ അധ്യായം രൂത്ത് ബോവസിൻ്റെ കാൽക്കൽ ചെന്ന് കിടക്കുന്നു, രൂത്ത് സറണ്ടർ, രൂത്ത് സമർപ്പിച്ച് കിടക്കുന്നു. 4-ാമത്തെ അധ്യായം രൂത്ത് സംതൃപ്തിയായിത്തീരുന്നു, രൂത്ത് സാറ്റിസ്ഫാക്ഷൻ, രൂത്തിൻ്റെ സംതൃപ്തി. വേലക്കാരിയായി വന്നവൾ അവൾ യജമാനത്തിയായി മാറുകയാണ്. വേലക്കാരിയായി വന്നവൾ യജമാനൻ്റെ മണവാട്ടിയായി മാറുകയാണ്. വേലക്കാരിയായി കൊയ്ത്തുകാരുടെ പിറകെ ചെറിയ ചെറിയ കതിർമണികൾ ഉതിർന്നു വീഴുന്നത് എടുത്തുകൊണ്ട് നടന്ന പാവപ്പെട്ട പെൺകുട്ടി, കാലാവർക്കുന്ന പെൺകുട്ടി, അവൾ യജമാനത്തിയായി മാറുകയാണ്. അവൾ രാജ്ഞിയായി മാറുകയാണ്. അവൾ രാജകുമാരൻ്റെ ഭാര്യയായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സ്നേഹിത, നിൻ്റെ ജീവിതം തളർന്നിരിക്കുകയായിരിക്കാം, എന്നാൽ നിനക്കൊരു ഭാവിയുണ്ട്. മകളെ, ഇന്ന് നിൻ്റെ ജീവിതം അലഞ്ഞിരിക്കുകയായിരിക്കും, നിനക്കൊരു ഭാവിയുണ്ട്. നല്ല ഭാവി, നല്ല കാലം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കാം. യേശുവിനോട് പറയാം, കർത്താവേ, എനിക്ക് വേണ്ടി ഒരു ഭാസുരമായ ഭാവി നീ കരുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ആ ഭാവി ഞാൻ നേടിയെടുക്കാൻ തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മാവിനെ നടത്തണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. അതിന് കേട്ട് എല്ലാവരെയും തഴുകണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, സത്യമായ മാനസാന്തരത്തിലേക്ക് ഈ മക്കളെ അവിടുന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം മായയാണെന്ന് എണ്ണുവാൻ, എല്ലാം താൽക്കാലികമാണെന്ന് അറിയുവാനുള്ള സുബോധം ഈ മക്കൾക്കെല്ലാം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാറാത്തത് എൻ്റെ യേശു, മാറാത്തത് യേശു വരുന്ന രക്ഷ, മാറാത്തത് യേശുവിൻ്റെ കരുണ, യേശുവിൻ്റെ കൃപ ഞങ്ങൾ വിശ്വസിക്കുന്നു. കരുണയുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ ഏൽപ്പിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.